മിക്ക ബിസിനസ്സുകാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബിസിനസ്സിനൊരു മൊണോപ്പൊളി ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ആധിപത്യം മാർക്കറ്റിൽ ഉണ്ടാകണം എന്നുള്ളത്. എന്താണ് ഇതിനുള്ളൊരു മാർഗം? നമുക്കിന്ന് അതിനെപ്പറ്റി സംസാരിക്കാം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്, ഞാനൊരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റാണ്. നമ്മുടെ മാനേജ്മെൻറ്റ് കൺസൾട്ടിങ്ങിലെ എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഹൗ ടു മോണോപ്പൊളൈസ് ദ ഹോൾ മാർക്കറ്റ് എന്നുള്ളത്. കാരണം ഒരു കസ്റ്റമർ എപ്പോഴാണ് വേറെ കോമ്പറ്റീറ്ററിനെ അന്വേഷിച്ച് പോകുന്നത്? തീർച്ചയായിട്ടും ഒന്ന്, വെൻ ഹി ഹാസ് ഓപ്ഷൻസ്, വേറെ ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ വെൻ ഹി ഹാസ് ഒബ്ജെക്ഷൻസ്, നമ്മുടെ പ്രൊഡക്റ്റിലോ സർവീസിലോ ഒബ്ജെക്ഷൻസ് ഉണ്ടാകും. ഈ രണ്ട് സാഹചര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. മറ്റ് ഓപ്ഷൻസ് കൂടുതലുള്ളപ്പോൾ നമ്മുടെ ഉൽപ്പന്നത്തിലോ സേവനത്തിലോ അത്ര തൃപ്തരല്ലാതെ വരുമ്പോൾ. അപ്പോൾ സാധാരണഗതിയിൽ എന്ത് സംഭവിക്കുന്നു? എല്ലാവരും വിൽക്കുന്ന പ്രൊഡക്റ്റുകൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമ്മളിൽ നിന്ന് തന്നെ ആളുകൾ വാങ്ങണം എന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിലോ സർവീസിലോ ഫോൾട്ടുകളോ കംപ്ലയിൻറ്റുകളോ കണ്ടെത്തി കഴിഞ്ഞാൽ അവർ നമ്മളിൽ നിന്ന് വാങ്ങണം എന്നില്ല, നമ്മളിൽ നിന്ന് വിട്ടുപോകാം, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് കൂടുതൽ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ വാങ്ങുള്ളൂ. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താ? വളരെ സിമ്പിളാണ്. എലിമിനേറ്റ് ഓപ്ഷൻസ് ആൻഡ് ഒബ്ജെക്ഷൻസ്. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വാചകം എന്ന് പറയുന്നത്. നമുക്ക് എന്ന് മറ്റുള്ള ആളുകൾക്ക് കോമണായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഓപ്ഷൻസ് അനവധിയുള്ള കാര്യങ്ങൾ നമുക്കെങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കാരണം എപ്പോഴും ഓപ്ഷൻസ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റുകൾക്ക് സാധിക്കുകയുള്ളൂ. കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ഒബ്ജെക്ഷൻസ് നിർബന്ധമായി ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രൊഡക്റ്റിനെ സെലക്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം മേ ബി നമ്മുടെ ക്വാളിറ്റി കുറവോ ഹൈ പ്രൈസിങ്ങോ അല്ലെങ്കിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രോംപ്റ്റായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റാതെ വരുന്നതാണെങ്കിൽ അതിനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. എലിമിനേറ്റ് ഓപ്ഷൻസ് ആൻഡ് ഒബ്ജെക്ഷൻസ്. അപ്പോൾ ഇതിനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കാര്യമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഐഡൻറ്റിഫൈ യുവർ പെർഫെക്റ്റ് ഓർ ടാർഗറ്റ് ഓഡിയൻസ്. കാരണം പല ബിസിനസ്സുകാർക്കും സംഭവിക്കുന്ന കാര്യം, ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്ന ആരാന്നറിയാതെ, ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ശരിക്കുമുള്ള കസ്റ്റമർ കാറ്റഗറി ആരാണെന്ന് മനസ്സിലാവാതെ കോമൺ ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും ഒരു കാർഡടച്ച് വെടിവയ്ക്കുക എന്ന് പറയുന്നത് പോലെ എല്ലാവരിലേക്കും ബിസിനസ് എത്തിക്കാനായിട്ട് നോക്കും. അങ്ങനെ കുറേ സമയവും സാഹചര്യങ്ങളും പോകുന്ന ഒരവസ്ഥ കാണാറുണ്ട്. ഇവിടെ സ്പെസിഫിക് ക്ലയൻറ്റ് ബേസ്, സ്പെസിഫിക് ഇസ് ടെറിഫിക് എന്ന് പറയുന്ന പോലെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ കാറ്റഗറി ഏതാണോ അവരെ ഫോക്കസ് ചെയ്ത് തന്നെ ആയിരിക്കണം പോകേണ്ടത്. എന്നിട്ട് നമ്മുടെ ആ സ്പെസിഫിക് കാറ്റഗറിയിലുള്ള കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റിയും സ്വപ്നങ്ങളെപ്പറ്റിയും വളരെ വ്യക്തമായ ധാരണ ഉണ്ടാവുകയും അതിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസിനോ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഇതിന് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് നൈസ് അനാലിസിസ്. നമ്മുടെ പെർഫെക്റ്റ് കസ്റ്റമറുടെ നൈസ് അനാലിസിസ് നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കണം. അവരുടെ നീഡ്, അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ കൺസേൺ, അവരുടെ എക്സ്പെക്റ്റേഷൻ, അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ താല്പര്യങ്ങൾ എന്താണ്, അവരുടെ ആശങ്കകൾ എന്താണ്, അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് തന്നെയായിരിക്കണം നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം നോക്കിയാൽ നമ്മുടെ ഡൊമിനോസ് എന്ന് പറയുന്ന കമ്പനി അവരെന്താ ചെയ്തത്? അവർ പ്രധാനമായിട്ടും ഒരു 7 വയസ്സ് മുതൽ ഒരു 45 വയസ്സ് വരെയുള്ള ആണുങ്ങളെ അല്ലെങ്കിൽ ആൺകുട്ടികളെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് അവരുടെ ഒരു അഡ്വർടൈസിങ് അല്ലെങ്കിൽ ബ്രാൻഡിങ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് ഒരു 30,000 മുതൽ ഒരു 1.5 ലക്ഷം രൂപ വരെയൊക്കെ മന്ത്ലി ഇൻകം ഉള്ളവരെയാണ് അവർ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. അതിലും കൂടുതൽ ഒരു കാഷ്വലായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാർ, എസ്പെഷ്യലി അൺമാരീഡ് ആയിട്ടുള്ള സിംഗിൾ ആൾക്കാർ, സിറ്റിയിലൊക്കെ താമസിക്കുന്നവർ, എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോയി ഭക്ഷണം കഴിച്ച് നടക്കുന്നവർ, ഇവരെയൊക്കെ ഫോക്കസ് ചെയ്താണ് അവർ ക്യാമ്പയിനുകൾ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? സൈക്കോഗ്രാഫിക്, ഡെമോഗ്രാഫിക്, ഓരോ ലൊക്കേഷൻ അല്ലെങ്കിൽ അതിൽ ഏത് തരം ആളുകൾ, അവരുടെ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ കസ്റ്റമറുടെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യം എന്താ? നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഏത് പ്രായത്തിലുള്ള കസ്റ്റമറാണ് നമുക്ക് നല്ലത്, ഏത് ഇൻകം ലെവലിലുള്ളവരാണ്, ഏത് ജെൻഡറിലുള്ളവരാണ്, ഏത് മാരിറ്റൽ സ്റ്റാറ്റസിൽ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസിലുള്ളവരാണ്, അവരുടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, ലൈഫ് സ്റ്റൈൽ, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ മൈൻഡ് സെറ്റ്, അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ കൾച്ചർ, അവരുടെ ആസ്പിറേഷൻസ്, അവരുടെ ലൊക്കേഷൻ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസോ മാർക്കറ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യാനോ പിച്ച് ചെയ്യാനോ പോകേണ്ടത്. അതുകൂടാതെ ഐഡൻറ്റിഫൈ പോർട്ട്ഫോളിയോ പ്രൊഡക്റ്റ്സ് ഓഫ് സർവീസസ്. നമ്മൾ ആളുകളെ ടാർഗറ്റ് ഓഡിയൻസിനെ ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നത് B2B ആയിരിക്കാം, B2C ആയിരിക്കാം. ഇതിനെയൊക്കെ ബേസ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ മാറിയെന്ന് വരാം.
അത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിൻ്റെ ഒരു ബക്കറ്റ് അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ നമ്മളൊന്ന് നോക്കണം. ഏതൊക്കെ തരം പ്രൊഡക്റ്റും സർവീസസ് എനിക്ക് ഓഫർ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഡൊമിനോസിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ അവർ ചെയ്ത കാര്യം എന്താ, മൾട്ടിപ്പിൾ വേരിയൻ്റ് ഓഫ് വെജും നോൺ വെജും ആയിട്ടുള്ള പിസ്സ, അതിൻ്റെ അകത്ത് പല ടോപ്പിങ്സ്, ബർഗർ പിസ്സ, അല്ലെങ്കിൽ വെജ് ആൻഡ് നോൺ വെജ് ടാക്കോ, ബ്രെഡ് ഡിപ്സ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള പാസ്ത, ഡെസേർട്ടുകൾ, ഇങ്ങനെ പല കാര്യങ്ങളായിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ അവർ സെറ്റ് ചെയ്തു. അതുപോലെ നമുക്ക് എന്തൊക്കെ തരം പ്രൊഡക്റ്റ് ലൈനുകൾ മാർക്കറ്റിലേക്ക് കൊടുക്കാണ്ടെന്നുള്ളത് വ്യക്തമായി ലിസ്റ്റ് ചെയ്യണം. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഹൗ ക്യാൻ യു ക്രിയേറ്റ് ആൻ എൻട്രി ബാരിയർ ഇൻ യുവർ ഇൻഡസ്ട്രി? മറ്റുള്ളവർക്ക് ഓടി വന്ന് പെട്ടെന്ന് കയറാൻ പറ്റാത്ത എൻട്രി ബാരിയറുകൾ എങ്ങനെ സൃഷ്ടിക്കാം? ഒന്നാമത്തെ കാര്യം IPR തന്നെയാണ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. പ്രോപ്പറായിട്ട് നമ്മുടെ ഉൽപ്പന്നത്തിന് വേണ്ട കോപ്പി റൈറ്റുകൾ, പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തേക്കുക. അതുകൊണ്ടൊക്കെയാണ് ലോകത്തെ മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനികൾ വരെ ഇത്രയും വളർന്നത്. അതുകൊണ്ട് IPRൻ്റെ പ്രാധാന്യം വിട്ടുകളയരുത്. 2, പാറ്റൻറ്റും ലൈസൻസിങ്ങും. ചില പ്രത്യേക റെസിപ്പി കോമ്പിനേഷൻ ഫോർമുലയിലൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ അതിനുള്ള പാറ്റൻറ്റും ലൈസൻസിങ്ങും ഒക്കെ എടുത്തു വെച്ചേക്കുക. എസ്പെഷ്യലി ഇന്ന് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അറിയാമല്ലോ, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. 3, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. നമ്മുടെ ഉൽപ്പന്നം മാർക്കറ്റിലേക്ക് എത്തുന്നതിന് വേണ്ടി അതിശക്തമായ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈസ്റ്റേൺ പോലെ കമ്പനികളൊക്കെ എങ്ങനെ വളർന്നു എന്ന് നമുക്കറിയാം. അതിശക്തമായ ഓരോ പോയിന്റുകളിലേക്ക് എത്തിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് അവർക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് വന്നിരിക്കുന്ന സാംസങ്ങോ, ഓപ്പോയോ, വിവോ പോലുള്ളവരൊക്കെ നമ്മൾ കാണുന്നത് ആ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൻ്റെ സ്ട്രെങ്ത്താണ്. ഇത് മറ്റൊരാൾക്ക് ഓടി വന്ന ഒരു പെട്ടെന്ന് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ നന്നായിരിക്കും. ചില എക്സ്ക്ലൂസീവ് റൈറ്റ്സ്, ഇതാണ് 4ാമത്തെ കാര്യം. എക്സ്ക്ലൂസീവ് ലീഗൽ റൈറ്റ്സ് ഉണ്ടാക്കുക. ആമസോണും ഫ്ലിപ്കാർട്ടും പോലത്തെ കമ്പനികൾ അതല്ലേ ചെയ്യണത്. ചില പ്രൊഡക്റ്റ് ഈ ചാനൽ വഴി മാത്രം ഞങ്ങൾ ഇത്ര കാലത്തേക്ക് അല്ലെങ്കിൽ ഇത്ര വർഷത്തേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ്സ് അവരെടുക്കും. 5ാമത്തെ കാര്യം എക്കണോമീസ് ഓഫ് സ്കെയിലാണ്. എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ലാർജർ ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, അതിലൂടെ കിട്ടുന്ന അഡ്വാൻറ്റേജ്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ബിഗ് ബസാറും വാൾമാർട്ടും പോലുള്ള വലിയ സൂപ്പർ മാർക്കറ്റ് ചെയിനുകളൊക്കെ ചെയ്യുന്നത് എന്താ, സെൻട്രലൈസ്ഡ് പർച്ചേസും ലാർജ് ക്വാണ്ടിറ്റി അറ്റ് എ ടൈം പർച്ചേസ് ചെയ്ത് അതിൻ്റെ അഡ്വാൻറ്റേജ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ആ ഉൽപ്പന്നം മാക്സിമം ക്വാണ്ടിറ്റി എടുത്തുകൊണ്ട് ബെറ്റർ പ്രൈസിങ്ങിൽ കോമ്പീറ്റ് ചെയ്യുന്ന അവസ്ഥ. 6, പ്രൊപ്പറേറ്ററി ടെക്നോളജി. എന്തെങ്കിലും നമ്മുടേതെന്ന് മാത്രം അവകാശപ്പെടാവുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് എൻട്രി ബാരിയറുകൾ സൃഷ്ടിക്കാം. ഇപ്പോൾ വിൻഡോസും ഐട്യൂൺസും ഒക്കെ ചെയ്തതുപോലെ. 7ാമത്തെ കാര്യം ബ്രാൻഡ് ഇക്വിറ്റി. ചില ബ്രാൻഡുകൾ അറിയപ്പെടുന്നത് തന്നെ ആ ബ്രാൻഡിൻ്റെ കാര്യം പറയുമ്പോൾ ആ പ്രൊഡക്റ്റ് കാറ്റഗറി തന്നെ ആളുകളുടെ ഉള്ളിലേക്ക് ഇന്ന് അങ്ങനെയാണ് അറിയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ MCL, ഫെവിക്കോള്, അല്ലെങ്കിൽ ഡെറ്റോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇപ്പോൾ ആൻറ്റിസെപ്റ്റിക് ലിക്വിഡ് എന്ന് ചോദിച്ചു ചെല്ലുന്നില്ല, ഡെറ്റോളാണ് ചോദിക്കുന്നത്. അഡീസീവ്സ് ചോദിക്കണില്ല, ഫെവിക്കോളാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോക്സി കോമ്പൗണ്ട് എന്നൊന്നും ചോദിക്കണില്ല, MCL എന്നാണ് ചോദിക്കുന്നത്. ഇതുപോലെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് ബ്രാൻഡിനെ പതിയെ ആളുകളിലേക്ക് എത്തിക്കുക, അതിൻ്റെ ക്വാളിറ്റി കൊണ്ടും റിലയബിലിറ്റി കൊണ്ടും. 8ാമത്തെ കാര്യം നാഷണൽ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മുടെ രാജ്യം മേക്ക് ഇൻ ഇന്ത്യ കോൺസെപ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വോയിസ് ഫോർ ലോക്കലൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ പതഞ്ജലി, ബാബ രാംദേവ് ഒക്കെ ചെയ്തത് അതാണ്. അങ്ങനെയുള്ള നാഷണൽ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യണം നല്ലതാണ്. 9ാമത്തെ കാര്യം സബ്സ്ക്രിപ്ഷൻ മോഡൽ കൊണ്ടുവരിക. മെമ്പർഷിപ്പ്, റിവാർഡ് പോയിന്റുകളൊക്കെ കൊണ്ടുവന്ന് ഇന്നിപ്പോൾ ആമസോണും നമ്മുടെ നെറ്റ്ഫ്ലിക്സൊക്കെ ചെയ്യണം നമ്മൾ കണ്ടു. അപ്പോൾ എൻട്രി ബാരിയറുകൾ പലർക്കും സൃഷ്ടിക്കുകയാണ് അത്രയും സബ്സ്ക്രിപ്ഷൻ കൊണ്ടുവന്ന്. നേരത്തെ ഇന്ത്യ ടുഡേ പോലുള്ളവരൊക്കെ ചെയ്ത് ശക്തമായി വിജയിച്ചൊരു കാര്യമാണ് ആ കസ്റ്റമറിൽ ലോയൽറ്റിയും റിപ്പീറ്റ് കസ്റ്റമറെ ഉണ്ടാക്കുക. ഇനി 10ാമത്തെ ഒരു കാര്യം പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ കൊണ്ടുവരിക. പ്രൈസിലോ, ഡ്യൂറബിലിറ്റിയിലോ, സ്റ്റൈലിലോ, ക്വാളിറ്റിയിലോ ഒരു വ്യത്യാസം സൃഷ്ടിക്കുക. ആപ്പിളിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി കണ്ടുകൊണ്ട് തന്നെ അത് വാങ്ങുന്ന ഒരു കസ്റ്റമറെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. എന്നാൽ ഓപ്പോ, വിവോ പോലുള്ളവർ റീസണബിൾ പ്രൈസ് വെച്ച് അവരുടേതായ ഒരു കാറ്റഗറി ഉണ്ടാക്കി. അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ കൊണ്ടുവരിക. ഇനി ഒരു കാര്യം പറയാനുള്ളത് മാനുഫാക്ചറിങ് എഫിഷ്യൻസിയാണ്. മാനുഫാക്ചറിങ് എഫിഷ്യൻസി കൊണ്ട് നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ടൊരു മോണോപ്പൊളി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ മക്ഡൊണാൾഡ്സിൻ്റെ ഡ്രൈവ് ത്രൂ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വാഹനത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ആ ഔട്ട്ലെറ്റിൻ്റെ ചുറ്റും ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് ഓർഡർ കൊടുത്ത് അടുത്ത സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഫുഡ് കിട്ടി അവിടെ നിന്ന് പോകുന്ന അവസ്ഥ. ഇതുപോലുള്ള അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇത്ര ടൈമിനുള്ളിൽ അത് മാനുഫാക്ചർ ചെയ്യാമെന്നുള്ളൊരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്. ഇനി 12ാമത്തെ കാര്യം ട്രേഡ് സീക്രട്ടാണ്. ചില കമ്പനികളുടെ ഫോർമുല, ഇപ്പോൾ കൊക്കോകോള പോലുള്ള കമ്പനിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇന്നും അവരുടെ റെസിപ്പി തന്നെയാണ്. ആ റെസിപ്പി, ഫോർമുല, അതിൻ്റെ അകത്തുള്ള ആധിപത്യം, അത് സൃഷ്ടിച്ചും കോമ്പറ്റീറ്ററിനെ അവോയ്ഡ് ചെയ്യാം. അപ്പം നമ്മൾ പറഞ്ഞു വന്ന ഈ 12 കാര്യങ്ങൾ എന്തിനെ സഹായിക്കണമെന്ന് നോക്കാം. എല്ലാവരുടെയും
ബിസിനസ്സിൽ എല്ലാ പോയിന്റും അപ്ലിക്കബിൾ ആകണം എന്നില്ല, പക്ഷേ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉറപ്പായിട്ടും അപ്ലിക്കബിൾ ആയിരിക്കും. നമുക്ക് എങ്ങനെ ആധിപത്യം സൃഷ്ടിക്കാം, നമ്മുടെ ബിസിനസ്സിൽ ശക്തമായി വളരണമെങ്കിൽ നമുക്കൊരു ആധിപത്യം ഉണ്ടാവണം. അതിന് സഹായിക്കുന്ന 12ഓളം കാര്യങ്ങൾ നമ്മളിന്ന് സംസാരിച്ചു. ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് ആട്ന ബാട്ന എന്ന് പറയുന്ന 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ആട്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനദർ ഓൾട്ടർനേറ്റീവ് ടു നെഗോഷിയേറ്റഡ് എഗ്രിമെൻറ്റ്, മറ്റ് ഓപ്ഷൻസും ഉള്ള മാർക്കറ്റ്. ആട്നയിൽ നിന്നും ബാട്നയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ബാട്ന മീൻസ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ടു നെഗോഷിയേറ്റഡ് എഗ്രിമെൻറ്റ് എന്ന് പറയും. അതായത് ആരൊക്കെ കോമ്പറ്റീറ്റർ ഉണ്ടായിക്കോട്ടെ, നമ്മളുമായിട്ട് മറ്റ് ഓപ്ഷൻസ് വന്നാൽ തന്നെ അതിൽ ബെസ്റ്റായി മാറുക. ഇതിന് സഹായിക്കുന്ന ഒരു സ്ട്രാറ്റജി തീർച്ചയായിട്ടും ബിസിനസ് ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ശക്തമായിട്ട് ബിസിനസ് എല്ലാ കാലഘട്ടങ്ങളിലും നിലനിൽക്കുകയുള്ളൂ, ഗ്രോ ചെയ്യുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.